ഈ റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം നിതിൻ അഗർവാൾ അല്ലേ ശരിക്കും ആകേണ്ടിയിരുന്നത് അല്ലേ? ഒരു ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു ചുറ്റിക്കളിയുണ്ട്. ഈ ചുറ്റിക്കളി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്താ പറയുക, ചില താല്പര്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം അദ്ദേഹം പറയേണ്ടിയും വരില്ലേ? പ്രീത, അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം, അത് അവിടെ നിന്നോട്ടെ. ബലികുടീരങ്ങളെ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു ഇടത് ചിന്തയുള്ള ഒരു കോമൺ മനുഷ്യന് ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വികാരം മനസ്സിലുണ്ടാവും. അത് സോഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ഹാർഡ് എന്നോ അല്ലെങ്കിൽ എന്തോ ഒരു നനുത്ത വികാരം എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. അത് ആ പാർട്ടിയോട്, ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഉള്ള ഇഷ്ടം കൊണ്ടാണ്. പുഷ്പനെ അറിയാമോ എന്നൊരു ഗാനമുണ്ട്. ഈ ഗാനം ആരുടേതാണ്? അതും ഈ പറയുന്ന കൂത്തുപറമ്പിലെ ഒരു 5 ചെറുപ്പക്കാരിലെ വെടിവെച്ചതിലെ ജീവച്ഛവമായി കിടക്കേണ്ടി വന്ന ഒരു പാർട്ടിക്കാരനായ ഒരു യുവാവ് അല്ലെ? സുഷ്മുന നാടി തകർന്ന് കിടന്ന ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ബലികുടീരങ്ങളെക്കാളും ആൾക്കാർ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഞാൻ ഒഫീഷ്യൽ കാര്യം മാറ്റി വെച്ചു. ഈ 2 കാര്യങ്ങൾ ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവനാണ്. ജീവനാണ്, ആത്മാവാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന തോപ്പിൽ ഫാസിയുടെ നാടകം മുതലാണ് കേരളത്തിൽ കമ്മ്യൂണിസം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് വേരോടുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ കടക്കൽ എന്തോ പറയുക, കത്തിവെക്കുന്ന രീതിയിലാണ്. ഇനി എത്ര തന്നെ സാധൂകരണങ്ങൾ ഈ പാർട്ടിയുടെ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്നവർ പറഞ്ഞാലും അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ രാവിലെ തന്നെ ഈ വിഷയം എടുത്തതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്ര കണ്ട് പാർട്ടിയുടെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള, അത് ഒന്നുകൂടെയുണ്ട്, ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നത്. അതിവിടുത്തെ ഒരു മാധ്യമങ്ങളും ഇതുവരെയും പറയാത്തൊരു കാര്യമാണ്. കാര്യം അദ്ദേഹം ജീവനും മരണത്തിനും ഇടയിൽ ഒരു ഈ തിരശീല മാറി അത്തേക്ക് ചെന്നാൽ മരണത്തിലേക്കാണ്. ഇപ്പോൾ അദ്ദേഹം ഈ തിരശീലയ്ക്കുള്ളിൽ അദ്ദേഹം ജീവിതത്തിലാണ്. ഈ തിരശീലയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം കേട്ടാലും ഇല്ലെങ്കിലും ഈ വാർത്ത CPM-ന്റെ ഈ കരൾ പിളരുന്ന വാർത്തയാണ്. കാര്യം 5 ചെറുപ്പക്കാർ നിഷ്കരണം, അതിനെ ആരൊക്കെ എന്തൊക്കെ സാധൂകരിച്ചാൽ. നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞു, എന്നോട് കണ്ണൂരത്തെ CMB-യിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നേതാവ്, ഞാൻ പേര് ഈ വിഷയമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, റൗഡികളെയാണ് കൊണ്ടിരുത്തിയത്. ഒരിക്കലും അങ്ങനെ റൗഡികളെയൊന്നും കൊണ്ടിരുത്തില്ല. അതിൻ്റെ സംഘാടകരിൽ ഒരാൾ ഇതിൽ ഇന്ന് ഈ സംസ്ഥാനത്തിലെ ഒരു പ്രമുഖനായ ആളാണ്. അദ്ദേഹം ഔദ്യോഗികമായി പാർലമെന്ററി തലത്തിൽ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനകത്ത് കൈയുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഈ പറയുന്ന പാർട്ടിക്ക് വികാരമാണ് ഈ പറയുന്ന പുഷ്പൻ. അപ്പോൾ ആ പ്രസ്ഥാനത്തിനെ കുത്തിക്കൊല്ലുന്നതിന് തുല്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് VS ജീവിച്ചിരുന്നെങ്കിൽ VS ചെയ്യാൻ സമ്മതിക്കുമോ? VSന് സംസാരിക്കാൻ നാവുണ്ടെങ്കിൽ സമ്മതിക്കാറുണ്ട്. എന്തിന് EMS എന്ന നേതാവ് പോട്ടെ, നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഏത് നേതാവുണ്ടെങ്കിലും അവരാരെങ്കിലും ഒക്കെ ഇതിന് സമ്മതിക്കുന്നു പ്രജിത കരുതുന്നു. പാർട്ടിയുടെ പ്രസ്ഥാനത്തിനെ ഇങ്ങനെ ഒന്നുമല്ല എന്നാക്കിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ AKG എന്ന് ഞാൻ നേരത്തെ ഓർത്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. AKG മുതൽ EMS മുതൽ VS അച്യുതാനന്ദൻ വരെ ഉള്ള നേതാക്കൾ ഒക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ അണികളുടെ ഇടയിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഇതിനെതിരെയുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന മറ്റൊരു വസ്തുത കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഈ നാം ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞു അജിത് കുമാറിനെ വെക്കാൻ പോകുന്നു, അതിനിങ്ങനെയുള്ള കാരണം. ഈ റവാഡയുടെ പേര് പ്രജിത എവിടെയെങ്കിലും കേട്ടായിരുന്നോ? ഇല്ല, ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതെ, റവാഡയെ സംബന്ധിച്ച് റവാഡ വരുമെന്നുള്ള ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. റവാഡ ചന്ദ്രശേഖരൻ എന്ന പോലീസ് ഓഫീസറെ നിശബ്ദമായിട്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകാതിരിക്കാനുള്ള ഒരു ഗെയിം എല്ലാ തലത്തിലും നടന്നിരുന്നു. എന്നിട്ട് അമിത്ഷാ കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ച പേരാണിത്. എന്താ ഈ നിതിൻ അഗർവാളിനെ എടുക്കാത്ത? എന്താ കാരണം? നിതിൻ അഗർവാളിനെ ഫസ്റ്റ് റാങ്കാണ്, അദ്ദേഹത്തിന് UPSC കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരാളാണ്. എന്താ എടുക്കാത്ത? അതിന്റെ കാരണം ഈ സർക്കാരിന് പറയാനുണ്ടോ? അപ്പോൾ അമിത്ഷായുടെ കേന്ദ്ര സുരക്ഷാ ആ സ്ക്വാഡിലുണ്ടായിരുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടണമെന്നുണ്ടെങ്കിൽ അമിത്ഷായുടെ ലക്ഷ്യം, അമിത്ഷാ പറഞ്ഞത് പിണറായിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് പ്രീത എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം. ഇതാണ്, അമിത്ഷാ പറഞ്ഞാൽ പിണറായിക്ക് കേൾക്കാതിരിക്കില്ല. കാര്യം കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയെ പിണറായിയും CPM-ഉം പേടിക്കണം. കാരണം കേസുകൾ ഒന്നല്ല, ഒട്ടനവധിയുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ പറയുന്നത് തിരുവായ്ക്ക് എതിർവായില്ല, ചെയ്യുന്നേ എന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും. ഇതാണ് നമ്മൾ എന്തെല്ലാം വാർത്ത അടിച്ചു.
നമ്മൾ എത്ര എത്ര വാർത്ത അടിച്ചു, അജിത് കുമാറായി, അതാ വരുന്നു, അദ്ദേഹത്തിനാക്കുന്നു, എന്നിട്ട് നമ്മൾ റവാഡയുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞു ഇല്ല. എന്നിട്ട് റവാഡ ഇവിടുന്ന് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ ഇവിടെ അദ്ദേഹത്തിന് 1 കൊല്ലം കൂടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണെങ്കിൽ 60 വയസ്സ് വരെ ജോലി ചെയ്യാം. ഡൽഹിയിൽ പരവതാനി വിരിച്ച പോലത്തെ ജോലി. ഇവിടെ ആ വഴുതക്കാട് ഓഫീസൊക്കെ നമുക്കറിയാം, DGP ഓഫീസും തിരുവനന്തപുരത്ത് വഴുതക്കാട് ഓഫീസ്, ഇപ്പോൾ പോലീസ് ആസ്ഥാനമൊക്കെ നമുക്കറിയാം. ഈ കേരളത്തിൽ തന്നെയല്ലോ എത്ര സുഖ സൗകര്യം എത്ര കിട്ടാനെന്നൊക്കെ നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഔന്നത്യ തലങ്ങളിലൊക്കെ ഉന്നത തലത്തിലൊക്കെ അദ്ദേഹത്തിന് പറ്റിയ ഉദ്യോഗസ്ഥനല്ലേ. പിന്നെ പ്രത്യേകിച്ച് തലസ്ഥാനം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു നല്ല ലക്ഷ്യമുണ്ട്. പിണറായി വിജയൻ എന്ന നേതാവിന് തൻ്റെ സ്വാർത്ഥതയ്ക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അവിടെ നിറവേറ്റാൻ ഉണ്ട്, അവിടം കൊണ്ട് നിറവേറ്റാനുണ്ട്. SNC ലാവലിൻ മുതൽ മകളുടെ ED അന്വേഷണം മുതൽ എത്രയെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അതായത് ഒരു ചാലകമായിട്ട് റവാഡ റവാഡയെ അമിത്ഷാ പറഞ്ഞു, മുള്ളിക്കൊണ്ട് കേട്ടു. ഇപ്പൊ പിണറായി വിജയൻ ആയതുകൊണ്ട് ഗോവിന്ദനൊന്നും പറയാനുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, 2ാം നിരയിലെ ഏതെങ്കിലും നേതാക്കൾ ഇന്നലെ എന്തെല്ലാം സാധൂകരണമാണ് നടത്തിയത്? രാകേഷിന്റെ പത്രസമ്മേളനം കേട്ടായിരുന്നു. ഇവിടെ കണ്ണൂര് KK രാകേഷിന്റെ പത്രസമ്മേളനം. ഉളുപ്പില്ലേ? വസിഫ് വന്നിരുന്നില്ല, സംസാരിക്കുന്നു, നാണമില്ലേ? പ്രീത, വസിഫിനെ അറിയാലോ. വസിഫ് എന്താണ്? വസിഫ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. മാത്യു കുഴൽനാടനും വസിഫും കൂടി ഇരിക്കുന്ന ചർച്ചയിൽ മാത്യു കുഴൽനാടൻ പറയുകയാണ്, എനിക്ക് 94 ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പഠിക്കുകയാണ്. ഞങ്ങളൊക്കെ CPM-നെ ഇത്രയും പറയുമ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ CPM കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഇന്നലെ രാജു P. നായർ സാർ നമ്മളോട് സംസാരിച്ചത്. തെറ്റ് തിരുത്താൻ, ഇപ്പൊ എനിക്കൊരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ എൻ്റെ നല്ല സുഹൃത്തായ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ നന്നാവുകയില്ലേ? ഞാൻ നന്നാവും. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ നിങ്ങളുടെ നല്ല സുഹൃത്തായ ഞാനുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവും. അതാണ് ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? പക്ഷെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ വേറൊരാളായിരുന്നുവെങ്കിൽ അതിന് വേറൊരു മാനമായിരിക്കും നൽകുക. നമ്മളിപ്പോൾ റവാഡയെ വെച്ചത് കൊണ്ട് അത് കേന്ദ്രത്തിന്റെ നീക്കമാണെന്ന് പറയുന്നു. യോഗേഷ് ഗുപ്തയെ ആണെങ്കിലോ? ഞാൻ പറഞ്ഞോട്ടെ, അതായത് യോഗേഷ് ഗുപ്തയെ വെക്കാനായിട്ട് സർക്കാരിന് മുട്ടിടിക്കും. എന്തുകൊണ്ടാണ് സർക്കാരിന് മുട്ടിടിക്കും? കാരണം അവരുടെ തെറ്റുകൾ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ ബിസിനസ്, പാർട്ടി സെക്രട്ടറിയുടെ ബിസിനസ്, പാർട്ടിയുടെ കണ്ണൂരത്ത് അപ്കമിങ് ലേഡി അവരുടെ കേസ്, PP ദിവ്യയുടെ, ഇതൊക്കെ ഭയമില്ലേ? അല്ല, അപ്പോൾ ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അമിത്ഷായുടെ ആ ഒരു സ്ക്വാഡിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ അപ്പോഴും ഭയക്കണ്ടേ CPM? എങ്ങനെ? എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പൊ പറഞ്ഞത് യോഗേഷ് ഗുപ്തേനെ വെക്കാതിരുന്നതിന് പിന്നിൽ പല കേസുകളും ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും IB-യിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോഴും CPM ഭയക്കുകയല്ലേ ചെയ്യേണ്ടത്? CPM അല്ല ഭയക്കുന്നത്. CPM എന്ന പ്രസ്ഥാനത്തിന് ഭയമൊന്നുമില്ല, പിണറായി വിജയനാണ് ഭയമുള്ളത്. പിണറായിക്കായാലും ഭയം ഉണ്ടാവേണ്ടതല്ലേ? അതിന് കാരണങ്ങളുണ്ട്. അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ നിരവധി കേസുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിനെല്ലാം ഒന്ന് നിർത്താൻ പറ്റുമല്ലോ. അല്ല, അപ്പൊ യോഗേഷ് ഗുപ്ത ആണെങ്കിലും അത്തരത്തിൽ യോഗേഷ് ഗുപ്ത ഇനി കേന്ദ്രത്തിലോട്ട് പോയി ED-യിൽ പോയാലേ പറ്റുള്ളൂ. ഇപ്പൊ ED-യിൽ അദ്ദേഹം അന്വേഷണത്തിന് ഉദ്യോഗസ്ഥനായി പോയാലും, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ മകളുടെ ഈ കേസ് ഉണ്ടല്ലോ, ഈ കേസ് ഇപ്പം മാസപ്പടി കേസ്, ഈ കേസ് ഇപ്പൊ ലാഗ് ചെയ്ത് എവിടം വരെയായി? ഇപ്പൊ അവധിയായിരുന്നു, കോടതി അവധി കഴിഞ്ഞു വന്നു, ED അന്വേഷണം വന്നു, ഇനി ഒരു ബൂമറംഗ് ഉണ്ടാകുമ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയും. ഇതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവണമല്ലോ. അതിപ്പോ അദ്ദേഹം ED-യിലേക്ക് പോയി കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് നടക്കാൻ പോണ കാര്യമല്ലേ? ഇപ്പൊ ഇദ്ദേഹം ചാർജ് എടുത്തല്ലോ. ചാർജ് എടുത്ത് ഈ മന്ത്രിസഭയ്ക്ക് ഇനി ഒരു 8 മാസം കൂടെ സമയമുണ്ടല്ലോ. ഈ 8 മാസത്തിനിടയ്ക്ക് ഈ പോകുന്ന ഫയല് ഒന്ന് അവിടെ നിന്ന് എത്തിക്കാതിരുന്നാൽ മതിയല്ലോ. ഈ ഇരിക്കുന്ന ഫയല് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കാതിരുന്നാൽ മതിയല്ലോ. അതിനുവേണ്ടി മാത്രം റവാഡയെ അതിനുവേണ്ടി മാത്രമൊന്നുമല്ല, ഈ ഒരു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അമിത്ഷാ വെക്കാൻ പറയണമെങ്കിൽ PFA തുടങ്ങിയിട്ടുള്ള SDPI തുടങ്ങിയിട്ടുള്ള തീവ്രവാദി സംഘടനകളൊക്കെ ഇവിടെ നിർത്തണം, അരിഞ്ഞവനെയൊക്കെ ഇല്ലാതാക്കണം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു പോലീസ്. അതായത് ഇവിടുത്തെ പോലീസ് വകുപ്പ് ബിഗ് സീറോ ആണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നോക്കുന്ന പോലീസ് വകുപ്പ് ബിഗ് സീറോ ആണ്. ഈ ബിഗ് സീറോയിൽ നിങ്ങൾ ചെന്ന് ഇറങ്ങുക, നിങ്ങൾ അവിടെ ലഹരി മാഫിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരപ്പാക്കിയെന്ന് അമിത്ഷായുടെ ഓർഡറും കൂടെ ഉണ്ട്. അത് ഒരു കാരണം. അപ്പൊ അതല്ലേ പ്രധാനപ്പെട്ട കാരണം? പ്രധാനമായിരിക്കാം. അല്ലാതെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെയും കേസും കേന്ദ്രവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ്. അതും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഉണ്ടാവും. അതില്ലാത്തതല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് ഇന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അതവിടെ നിന്ന് ഇളക്കി മാറ്റുന്നവരെ ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ?
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, SNC ലാവ്ലിൻ എന്ന് പറയുന്ന കേസ് അവിടെ സുപ്രീം കോടതിയിൽ ഉള്ള, അതിപ്പോ റവാഡ വന്നാലും വേറെ ആര് വന്നാലും അതിന് മറ്റു അതിപ്പോ അദ്ദേഹം നീക്കുപോക്കുകൾ ജീവിച്ചിരിക്കും. നടക്കാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മീഡിയേറ്ററായി പോലീസ് നിൽക്കണമെന്നില്ലല്ലോ. ഉദ്യോഗസ്ഥൻ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. എത്രയോ അതിനേക്കാൾ ഉന്നതമായ നിലയിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ പിണറായിക്ക് പരിചയമുണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാവും, പിണറായിക്ക് വേറെ ഒരു ഉദ്യോഗസ്ഥരെയും അങ്ങനെ അങ്ങനെ പരിചയമില്ല. പിണറായിക്കല്ലെന്നേ, ഇത് പിണറായിക്ക് വേണ്ടി എന്നല്ല, കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പിണറായി ഇതിൽ ഇടപെടേണ്ട കാര്യം പോലും ഇല്ല. അമിത്ഷാ കൊടുത്താൽ മതി, അമിത്ഷാ പറയും അവിടെ. അമിത്ഷായ്ക്ക് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ആൾക്കാരുണ്ട്, പിണറായി പോലും അറിയില്ല. നിർദ്ദേശം വരുമ്പോഴാണ് അറിയുന്നത്, സാർ ഇന്നതുപോലെ താങ്കളുടെ മകളുടെ കേസിന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിണറായി സന്തോഷിക്കും, ഓ ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു, കാര്യം ഞാനൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതാണ് നടക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. കാര്യം പിണറായിക്ക് കാര്യങ്ങൾ നോക്കാനാണ് തിരുത്തോമി അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഡൽഹി എന്ന് പറയുന്ന ആ സർക്കിൾ എന്ന് പറയുന്നത് എവിടെ നമ്മൾ നോക്കിയാലും മന്ത്രിമാരുടെ ബിൽഡിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എവിടെ ചെന്നാലും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല, എല്ലാം ഒരുപോലെ തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ വഴി അറിയാനെങ്കിൽ ആദ്യം ഒരാൾ വേണ്ടേ. ഇപ്പൊ എ സമ്പത്തിനെ വെച്ചിട്ട് കാര്യമെല്ലാം ഉണ്ടായോ? പാർട്ടിക്കാരനാണ് എ സമ്പത്ത്, നീണ്ട കാലം MP ആയിരുന്നു, എന്തെങ്കിലും പ്രയോജനം കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും? പറ്റിയില്ല, പാർട്ടി മാറ്റി. എന്നിട്ട് തോമസിനെ വെച്ചു. തോമസിന് വഴിയെങ്കിലും അറിയാം. അപ്പൊ ഒരു തോമസോ അല്ലെങ്കിൽ മറ്റു പലരോ അല്ല അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് നല്ല മുഖ്യമന്ത്രി. എന്തിനാ അജിത് കുമാറിനെ വെച്ചേക്കുന്നത്? MR അജിത് കുമാറുമായിട്ടുള്ള ബന്ധം എന്താ? അജിത് കുമാറിന് അവിടുത്തെ ആൾക്കാരായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഇത് അമിത്ഷാ തന്നെ അറിഞ്ഞ് ഇദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നതാണ്. ഈ പറയുന്ന ലഹരി മാഫിയ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും നിരപ്പാക്കും, ഉറപ്പാണ്. എല്ലാത്തിനും നിരപ്പാക്കും, എല്ലാവരും മുട്ടിടിച്ചിരിക്കുക. പിന്നെ ഈ പാർട്ടിക്കകത്തുള്ള ഗുണ്ടകളെ എല്ലാം അങ്ങനെയൊക്കെയുള്ള എല്ലാം അവരുടെ ലക്ഷ്യം കൂടെ മറ്റൊന്നാണ്. അമിത്ഷായുടെയൊക്കെ ബുദ്ധി എന്ന് പറയുന്നത് മറ്റൊന്നുകൂടെ. 2026 2031 32 കേരളം ഭരിക്കുന്നത് BJP ആയിരിക്കും എന്നൊരു ലക്ഷ്യം കൂടെ അവർക്കുണ്ട്. 2031 BJP, അത് വർഷക്കണക്ക് പറയുമ്പോൾ 26, 5, 31, 32 അല്ലെങ്കിൽ 31 കഴിഞ്ഞ് 5 കഴിഞ്ഞാൽ അടുത്ത 36 ഭരണത്തിൽ വരണം. അങ്ങനെ ഒരു ടാസ്ക് ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടേ നീങ്ങുള്ളൂ. പിണറായി വിജയൻ മാത്രമല്ല ഇങ്ങനെ പ്ലാനിങ്ങിന്റെ ആള്. അദ്ദേഹത്തിന് ഇനി പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്ലാനിങ് ഒക്കെ കഴിയാറായി, ഇവിടെ കൊണ്ടൊക്കെ കഴിഞ്ഞു. ഇതാണ് അതിനകത്ത് സത്യം.